കാസർഗോഡ് ദേശീയപാത വികസന പ്രവർത്തികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മന്ത്രി മുഹമ്മദ് റിയാസ്. ആദ്യ റീച്ച് ചെങ്കള മുതൽ തലപ്പാടി വരെ മന്ത്രി സന്ദർശിച്ചു. 80% പണി പൂർത്തിയാക്കിയ റീച്ചുകൾ ഉടൻ തന്നെ തുറന്നു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാത വികസന പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ എത്തിയ ചെങ്കള തലപ്പാടി റീച്ചിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. ഈ റീച്ചിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് നഗരത്തിലൂടെ കടന്നുപോകുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലവും മന്ത്രി സന്ദർശിച്ചു. ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലത്തിലൂടെ നടന്ന് മന്ത്രി പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാർ കമ്പനി പ്രതിനിധികളും മന്ത്രിയെ അനുഗമിച്ചു. ചെങ്കള തലപ്പാടി റീച്ചിൽ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായെങ്കിലും മറ്റു പല റീച്ചുകളിലും പ്രവൃത്തിയുടെ വേഗം കുറവാണെന്ന് ദേശീയപാത പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയതിനു ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാസർഗോഡ് നിന്ന് കണ്ണൂർ എത്താൻ മുമ്പ് എത്ര സമയമെടുക്കണം? നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ എത്ര വേഗത്തിലെത്താൻ വേണ്ടി പറ്റും? ഇങ്ങനെ ഓരോ സ്ഥലത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഇതിൻ്റെ മാറ്റം കാണാനാവും. അത് ജീവിതത്തിൽ, ജനങ്ങളുടെ ജീവിതത്തിലാണ് അതിൻ്റെ മാറ്റം പൊതുവെ കാണാനാവുന്നത്. കേരളത്തിൻ്റെ വികസന പുരോഗതി വലിയ നിലയിൽ ഉദിക്കുന്നതിന് ഈ പദ്ധതി പൂർത്തീകരണം ഏറെ ഉപകാരപ്രദമാണ്. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ കാസർഗോഡിന്റെ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ഗേറ്റ് വേ ആണ് കാസർഗോഡ്. ഇപ്പോൾ ടൂറിസത്തിന് വലിയ കുതിപ്പുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ ബേക്കലിന്റെ ഡെവലപ്മെന്റ്, കാസർഗോഡ് ജില്ലയിലേക്ക് വരുന്ന ആഭ്യന്തര സഞ്ചാരികളുടെ, വിദേശ സഞ്ചാരികളുടെ എണ്ണം സർവ്വകാല റെക്കോർഡായി. അത് ഇനിയും വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ. ദേശീയപാതയിലെ പാലങ്ങൾക്കടിയിലെ സ്ഥലങ്ങൾ ടൂറിസം വികസനത്തിനും മറ്റ് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാൻ ആവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.